friends, welcome to Petal and Leaf. Petal and Leafന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൊക്കാറോ പ്ലാന്റിനെ അതിന്റെ ചുവട്ടിൽ നിന്ന് ഇലകൾ ഇങ്ങനെ പഴുത്ത് വീഴാൻ തുടങ്ങുമ്പം മനസ്സിലാക്കിക്കൊള്ളണം ഇത് അസുഖമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ പിന്നെ നമുക്ക് ഈ പ്ലാന്റിനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. വാൻഡയിലും ഫിൻലോപ്സിസിലും ഒക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു അസുഖമാണിത്. ഇതിന്റെ ചുവട്ടിന്ന് ഇങ്ങനെ ഇലകൾ പഴുത്ത് വീഴാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത് പോട്ട് ചെയ്തേക്കുന്നത് എടുക്കണം. ഇത് ഹോളില്ലാത്ത ചട്ടിയാണെങ്കിലും അതിന്റെ അടിയിലുള്ള ഹോള് വലുതാക്കിയാണ് ഇത് നട്ടിട്ടുള്ളത്. അപ്പം നമ്മളത് എടുത്തു കഴിഞ്ഞ് നമ്മൾ അത് ഉപയോഗിക്കുന്ന സിസേഴ്സ് സ്പിരിറ്റിൽ മുക്കിയ കോട്ടൺ കൊണ്ട് നമ്മളൊന്നത് വൃത്തിയാക്കി തുടയ്ക്കണം. തുടച്ചതിന് ശേഷം നമുക്കിത് അതിൻ്റെ ഇതുമായിട്ടുള്ള ആ ബന്ധം അങ്ങ് വിട്ടിട്ട് ഇത് ആദ്യമേ അത് ശ്രദ്ധിക്കാനുള്ളതായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ആദ്യം നമുക്ക് താഴെ ഒന്ന് മുറിച്ച് നോക്കാം. ഇവിടെ എല്ലാം കണ്ട പോയി കഴിഞ്ഞത് നിർത്തിയിരുന്ന ചെടി മൊത്തത്തിൽ പോയേനെ കണ്ട. തുടക്കത്തിലേ നമ്മൾ നോക്കാനുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ കുറച്ചുകൂടെ ഇവിടെ പച്ചയുണ്ട്, കുഴപ്പമില്ല. വേര് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ വേര് നമ്മൾ മുറിച്ചെടുത്ത് ഇത് തുടങ്ങി വരണുണ്ട്. അതുകൊണ്ടാണ് അതങ്ങ് താഴ്ത്തി മുറിച്ചത്. നമ്മൾ ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അത് വേര് വന്നോളും. ഇതിനാദ്യം ചെയ്യേണ്ടുന്നത് വീണ്ടും നമ്മൾ ഇതേപോലെ സ്പിരിറ്റിൽ മുക്കിയ കോട്ടൺ വെച്ച് ഇതൊന്ന് വൃത്തിയാക്കും. ഇതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ഇതിൻ്റെ ഇവിടെ ഇത് കണ്ട. ഇവിടെ ഇപ്പം ആ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു കട്ടിങ് കണ്ട, ഇതായിരുന്നു അവസ്ഥ. മുകളിലോട്ട് കേടായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളങ്ങ് കളഞ്ഞ് ഇതിനകത്ത് കേടില്ല, അല്പം പോലും കേടില്ല. നമ്മൾ സ്പിരിറ്റ് വെച്ച് ഇതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് കുറച്ച് ഇൻഡോഫിൽ എടുത്തിട്ടുണ്ട്. ആ ഇൻഡോഫിലിനകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ച് നമ്മളൊന്ന് കുഴമ്പ് പോലെ ആക്കും. ഇതുപോലെ ഒരു പഴയ ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. കുഴമ്പ് പോലെ ആക്കിയതിന് ശേഷം ഭംഗിയായിട്ട് ഇവിടെ നമ്മളത് തേച്ച് പിടിപ്പിക്കും. പിന്നെ നനയ്ക്കരുത്. ഇത് ഡ്രൈ ആവാനായിട്ട് സാവകാശം കൊടുക്കണം. ഒരു 2 ദിവസത്തെ സാവകാശം കൊടുത്ത് വീണ്ടും നമ്മൾ ഉണങ്ങി കഴിയുമ്പം നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഇതുമായിട്ട് കെട്ടി ഒരു ചെറിയ കരിയിൽ നമ്മൾ തണലത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വേരുകൾ വരും. രക്ഷപ്പെടുത്തി എടുത്തു നമ്മൾ. ഇത് നമ്മൾ നോക്കാതെ നിന്നിരുന്നുവെങ്കിൽ ഈ വന്ന കേട് മുകളിലോട്ട് വന്ന് ഈ ചെടി മൊത്തം നമുക്ക് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഇത് നമ്മൾ മൊക്കാറോയിൽ ശരിക്കും എപ്പോഴും കണ്ടുവരുന്ന ഒരു അസുഖമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. താഴേന്നേ ഇലകൾ പഴുത്ത് വീഴാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ നോട്ട് ചെയ്യാൻ താമസിച്ചത് കൊണ്ട് പറ്റിയതാണ്. അതേസമയം ഈ മൊക്കാറോ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നിങ്ങനെ താഴെ ഇലകൾ വീഴാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കണ്ട് ട്രീറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതാ നോക്കിക്കേ, ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ മുകളിൽ വന്ന വേരൊന്നും എനിക്കിനി നഷ്ടപ്പെടില്ല. അത് കെട്ടി വെച്ചാൽ മതി. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക.